ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് അവക്കാഡോ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അവക്കാഡോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിൽ വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻസ് തന്നെ എ, ബി, സി, ഇ, പിന്നെ കെയും, പിന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ്, ഒത്തിരി ഫൈബേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഡെയിലി ഓരോ അവക്കാഡോ വെച്ച് നമ്മൾ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർക്കൊന്നും അവക്കാഡോ ഇഷ്ടമായിരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇതുപോലത്തെ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത അവക്കാഡോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എങ്കിലേ നമ്മൾ ആ മാവുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് പേസ്റ്റായിട്ട് കുഴഞ്ഞു വരത്തുള്ളൂ. ഞാനിവിടെ ഒരവക്കാഡോയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ഗോതമ്പ് പൊടി ഇടുകയാണെങ്കിൽ 1-2 അവക്കാഡോ എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് ആ ഒരു രീതിയിൽ കുഴയ്ക്കാം. പക്ഷേ നമ്മൾ ഫസ്റ്റ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എത്രത്തോളം വെള്ളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് മാത്രം വെള്ളം കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ അവക്കാഡോ വെച്ചുണ്ടാക്കുന്ന ചപ്പാത്തി അതിൻ്റെ മാവ് നമ്മൾ 1-2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചെടുക്കരുത്. കാര്യം ഒരു ദിവസം കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ്പ് വരാറുണ്ട് കേട്ടോ. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ചപ്പാത്തിക്ക് കുറച്ചൊന്ന് കയ്പ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കറി കൂട്ടി കഴിക്കുമ്പോൾ ആ ഒരു കയ്പ്പ് ഫീൽ ചെയ്യത്തില്ല. എന്നാലും നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി ഫ്രഷായിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എനിക്ക് പേഴ്സണലി അവക്കാഡോ ജ്യൂസൊക്കെ കുടിക്കാനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ സാൻഡ്വിച്ച് പോലെ മുട്ടയും അതുപോലെ തന്നെ ചിക്കനൊക്കെ വെച്ച് നമുക്ക് കഴിക്കാം. ഈ അവക്കാഡോ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കാര്യം നമ്മൾ ആദ്യമേ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ചിലപ്പോൾ കൂടിപ്പോവാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിൻ്റെ ഉണ്ടോ നോക്കിയിട്ട് മാത്രം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അത് നിങ്ങളുടെ എടുക്കുന്ന ഗോതമ്പ് പൊടി അനുസരിച്ചാണ് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും വരുന്നത്. എനിക്കിവിടെ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന ഗോതമ്പ് പൊടി അനുസരിച്ച് വെള്ളം കൂടിയും കുറഞ്ഞും ഇരിക്കും. നമ്മുടെ അവക്കാഡോ ചപ്പാത്തിക്ക് വേറെ ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെ അവക്കാഡോ ഇഷ്ടമല്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവരറിയില്ല കേട്ടോ ഇതിൽ അവക്കാഡോ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. നോർമൽ നമ്മൾ ചപ്പാത്തി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമല്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് നമുക്ക് റൗണ്ടിനോ അല്ലെങ്കിൽ സ്ക്വയറിനോ നമുക്ക് പരത്തിയെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് നന്നായിട്ടിത് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ചപ്പാത്തിയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. അതിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവക്കാഡോ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.